ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെയൊക്കെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. അനേക വർഷങ്ങൾ ഡൽഹിയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന ദൈവദാസനാണ്. ആ ദൈവദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കേൾവിക്കാരുടെ ഓരോരുത്തരെയും ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി തീരും, കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേട്ടാൽ അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ ഒരു അനുഗ്രഹമായി തീരും. ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ജീവിതാനുഭവം ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് ദാസന്റെ മേൽ പകർന്നു കൊടുത്താട്ട്, കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീർന്നാട്ട് അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പാസ്റ്റർ ഡൽഹിയിലാണെന്ന് മനസ്സിലായി. ഡൽഹിയിൽ എവിടെയാണ് കർത്താവിന്റെ ദാസനായിരിക്കുന്നത്? ഡൽഹിയിൽ വെസ്റ്റ് ഡൽഹിയിൽ ഉത്തമനാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. പ്രവർത്തിക്കുന്ന സ്ഥലം ഹരിനാറിലാണ്. ഓക്കെ. വീട്ടിലെ ആരൊക്കെയുണ്ട് പാസ്റ്റർ കൂടെ? എന്റെ വൈഫ്, 2 പിള്ളേരുണ്ട്. ഓക്കെ. ഹിന്ദി പ്രവർത്തനമാണെന്ന് തോന്നി പാസ്റ്റർ. മലയാളം ഇന്ത്യ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ പാസ്റ്റർ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ദൈവദാസനോട് ഒത്തിരി നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇനി ഞാൻ ബാക്കിയുള്ള സമയം കർത്താവിന്റെ ദാസന് നൽകി തരികയാണ്. ദൈവദാസന് ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു പാസ്റ്ററെ. വെൽക്കം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഈ നല്ല സമയത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവരും കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിനാൽ കർത്താവ് സ്തുതിക്കുന്നു. കഴിഞ്ഞ 35 വർഷത്തോളം ഈ നോർത്ത് ഇന്ത്യൻ പ്രദേശത്ത് പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം തന്ന് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ സമയത്തും ദൈവ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ, ദൈവകൃപയിൽ ജീവിപ്പാൻ, ദൈവത്തോട് ഒട്ടി ജീവിപ്പാൻ കർത്താവ് ഇതുവരെ സഹായിച്ചു. കുടുംബമായി ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ 2 പേര് കർത്താവ് തന്ന്. മോന് ജോലിയുണ്ട്, മോള് കോളേജിൽ പഠിക്കുന്നു. നന്നായി പോകുന്ന കാര്യങ്ങളൊക്കെ ദൈവകൃപയാൽ. എൻ്റെ വൈഫ് നേഴ്സാണ്, സ്കൂളിൽ നേഴ്സാണ്. ഞാൻ 1990 നവംബർ 16 കർത്താവിനെ സ്വന്തം രക്ഷ സ്വീകരിച്ചു. അതിനു മുമ്പായിട്ട് എൻ്റെ ജീവിതം വളരെയധികം ലോകപരമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മദ്യപാനവും വെറിക്കൂത്തും അതുപോലുള്ള കാര്യങ്ങളായിട്ട് എൻ്റെ ജീവിതം ലോകപരമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ദൈവം തക്ക സമയത്ത് വിടുവിച്ച് എന്നെ വേർതിരിച്ച് ദൈവത്തിൻ്റെ പൈതലാക്കി. അതുപോലെ കർത്താവിൻ്റെ ദാസന്മാർ പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് പറയുകയും ചെയ്തു, എന്നെപ്പോലെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണം, ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം ഒരു കർത്താവിൻ്റെ ഒരു ആലോചന പ്രകാരം മുമ്പോട്ട് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞ്. ജനിച്ചതും വളർന്നതും ഒക്കെ നമ്മളെ ക്രിസ്ത്യൻ കുടുംബത്തിൽ തന്നെയാണല്ലോ അല്ലേ? അതെ. എൻ്റെ വീട് നാട്ടില് ഇടുക്കി പീരുമേട് പാമ്പനാർന്ന് സ്ഥലത്താണ്. അവിടെ നിന്ന് ഞാൻ മാതാപിതാക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ബ്രദറും സിസ്റ്ററും അവർ കുടുംബമായിട്ട് അവർ സൗത്ത് ഇന്ത്യയിലായിരിക്കുന്നു. പോകുന്ന കാര്യങ്ങളൊക്കെ. അല്ല പെന്തക്കോസ്റ്റല്ല ജനിച്ച്. ഞാൻ ആക്ച്വലി കേരളം വിട്ട് ഡൽഹി വന്ന് ജോലിക്കായിട്ട് വന്നു. ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ചെയ്യുന്ന സമയത്താണ് കർത്താവിനെ സ്വീകരിക്കുന്നത്, കർത്താവിന് സ്വന്തം രക്ഷമായിട്ട് സ്വീകരിക്കുന്നത്. ഓക്കെ. പാസ്റ്ററിന്റെ ബാല്യകാലം, സ്കൂൾ ലൈഫ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ അത് കേൾവിക്കാർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. എൻ്റെ ജീവിതം ഞാൻ
വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 10 വരെ അവിടെ പഠിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കാനായി കോട്ടയത്ത് വന്നു. കോട്ടയത്ത് വന്നപ്പോഴൊക്കെ ഞാൻ എൻ്റെ ജീവിതം കർത്താവിനെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ചർച്ചിൽ പോവുകയോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ ജീവിതം പ്രത്യേക ഒരു വഴിയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ചർച്ചിൽ പോവുക അല്ലെങ്കിൽ എല്ലായിടത്ത് പോകുന്ന എന്തെങ്കിലും പെരുന്നാളോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോകും. അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കണ്ടിട്ടെങ്കിൽ പോരും, അത്രേ ഉള്ളൂ. പിന്നെ ചെറുപ്പത്തിൽ പാട്ടൊക്കെ പാടുവാനായിട്ട് ദൈവം ഒരു കൃപ തന്നിട്ടുണ്ടായിരുന്നു, ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കാനായിട്ട്. അങ്ങനെ ഡൽഹി വന്നു കഴിഞ്ഞ് ഡൽഹി ജോലിക്ക് വന്നപ്പം ജോലിയിൽ എനിക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നില്ല. എന്തെന്ന് അറിയത്തില്ല. എന്നാലും കർത്താവിൻ്റെ ഒരു ഹിതമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. ജോലിയിൽ മുന്നേറ്റമൊന്നും ഇല്ലാതെ വളരെയധികം ഭാരപ്പെടുന്ന സമയത്ത് മദ്യപാനവും. അപ്പം നാട്ടിൽ നിന്ന് ഡൽഹിയിൽ വന്നപ്പോൾ ഡൽഹിയിൽ ചോദിക്കാനോ പറയാനോ ആരുമില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ സ്വാതന്ത്ര്യമായി ഞങ്ങൾക്ക്. എൻ്റെ ജീവിതം വളരെയധികം ലോകപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മദ്യപാനവും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ മദ്യപിക്കുകയും എൻ്റെ ഉപ്പാപ്പനും ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കഴിഞ്ഞു കൂടുമായിരുന്നു. അന്നേരം ഞങ്ങളുടെ ഒരു രാജാകാണൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു പാസ്റ്റർ PK വിസിറ്റ് ചെയ്തും പറഞ്ഞ്, പാസ്റ്റർ ഒരു കാര്യം ഇതാണ് പറഞ്ഞത്, ബിജു, നിങ്ങൾക്ക് ജീവിക്കാമെങ്കിൽ നല്ലതായിട്ട് വേണം നല്ലതായിട്ട് ജീവിക്കാം, ചീത്തയായിട്ടാണ് ചീത്തയായിട്ട് ജീവിക്കാം. 2 വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് ഞങ്ങൾ നല്ല വഴി പോകാനായിട്ട് തീരുമാനമൊക്കെ എടുത്ത ആ സമയത്തെങ്കിലും നമ്മുടെ ചിന്താഗതികളെല്ലാം ലോകപരമായിട്ടായിരുന്നു. ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ മദ്യപിച്ച് വളരെയധികം മദ്യപാനത്തിന് കുടുങ്ങിയപ്പോൾ അന്ന് രാത്രിയിൽ എൻ്റെ മുഖമെല്ലാം അങ്ങ് നീര് വെച്ച്, രാത്രിയിൽ മൊത്തം നീര് വെച്ച് ഞാൻ ശബ്ദിക്കാനോ സംസാരിക്കാനോ കഴിയാൻ മേലാതെ ഭാരപ്പെട്ടിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചു. അന്നേരം പാസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ ഓർത്ത് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ രാത്രിയിൽ ഞാൻ അതിരാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതായിരുന്നു, എന്നെ വിട്ട് നീ എവിടേക്ക് പോകും? അതാണ്, ആ ശബ്ദമാണ്. എന്നെ വിട്ട് നീ എവിടേക്ക് പോകും? എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടപ്പം അതെനിക്കറിയത്തില്ലായിരുന്നു ദൈവവചനത്തിലുള്ള കാര്യമാണെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് 139 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം, എൻ്റെ ആത്മാവിൽ ഒളിച്ച് നീ എവിടേക്ക് പോകും? ഇത് തിരിച്ചറിഞ്ഞ് വിട്ട് നീ എവിടേക്ക് പോകും? പാതാളത്തിൽ പോയാൽ ഞാൻ അവിടെ ഉണ്ട്, ഈ ലോകത്തിൻ്റെ അറ്റത്ത് പോയാലും ഞാൻ അവിടെ ഉണ്ട്. എൻ്റെ സാന്നിധ്യം വിട്ട് നിനക്ക് എവിടെയും പോകാൻ കഴിയില്ല. ഈ വചനത്തിന് ബൈബിളിലുള്ള കാര്യമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അന്ന് രാത്രി ഞാനിത് കരഞ്ഞ് പ്രാർത്ഥിച്ച്, എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് രാത്രി എനിക്ക് എൻ്റെ മുഖത്ത് നീരെല്ലാം അങ്ങ് മാറി. ഞാൻ രാവിലെ ഒരു റിലീഫ്, മൊത്തമായിട്ട് ഒരു വിടുതൽ പ്രാപിച്ചവനായി ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാസ്റ്ററുടെ ഞാൻ സംസാരിച്ച്, ഞാൻ ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് സംഘടനകളുടെ ബന്ധത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ പാസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ച് പാസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം, അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ ദൈവവചനപ്രകാരം സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്തു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അങ്ങനെ കർത്താവിൻ്റെ സ്വന്തം രക്ഷ സ്വീകരിച്ച് ദൈവ പൈതലായി ജീവിക്കാൻ അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവ് സഹായിച്ചു. അപ്പം ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ ഫൗണ്ടർ
പാസ്റ്റർ മാത്യുമൻ പറഞ്ഞ്, ബിജു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ ടീം തുടങ്ങാം, മൊബൈൽ ടീം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വർക്ക് ചെയ്യാം. അപ്പം ഞാൻ ഓർത്തിരുന്ന മൊബൈൽ ടീം തുടങ്ങിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യാം, എന്തോ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഫിലിം ഷോ, പരസ്യയോഗം. അന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ പരസ്യയോഗം നടത്താനൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. എവിടെ വേണം പരസ്യയോഗം നടത്താനും ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരസ്യയോഗം ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും പോയി. അവിടെ ഓരോ സ്ഥലത്ത് പോയി ഞങ്ങൾ ഒരു റൂം എടുക്കും, ഞങ്ങൾ 5-6 പേര് കാണും. അവിടെ മൊത്തം പരസ്യയോഗം നടത്തി. പുതുതായിട്ട് അവിടെ ചെറിയൊരു കൂട്ടായ്മയൊക്കെ തുടങ്ങി, അവിടെ ചർച്ച തുടങ്ങി. അങ്ങനെ അന്ന് പരസ്യയോഗം ചെയ്യുന്ന സമയത്ത് ഒത്തിരി അധികം പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഹരിയാന യമുനാനഗർ എന്ന് പല സ്ഥലത്ത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വാഹനമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ച പാസ്റ്റർ അദ്ദേഹം പഞ്ചാബിന് അങ്ങോട്ട് പോയേക്കുമായിരുന്നു. പുള്ളി തിരിച്ചു വരാൻ അന്ന് ഫോൺ നമ്പറോ ഒന്നും ഇല്ലായിരുന്നു. പുള്ളി വിളിച്ച സമയത്ത് ഞങ്ങൾ അവിടെ ചെന്ന് വഴിയിൽ ഞങ്ങളുടെ വാഹനം ഇട്ടിരിക്കുമായിരുന്നു. വഴിയിൽ വാഹനം ഇട്ടുകൊണ്ട് അതിൻ്റെ ഞങ്ങളുടെ മറ്റുള്ളവരുടെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഗോഡ് ബ്ലസ് യു ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ കഴിഞ്ഞ് ആഹാരമൊന്നും കഴിക്കാനോ ഒന്നും കുടിക്കാനോ ഒന്നും ഇല്ലാതെ ഭാരപ്പെട്ടു. എങ്കിലും ഒരു ബ്രദർ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ വണ്ടിയുടെ സ്റ്റിക്കർ കണ്ടിട്ട് വന്ന് ചോദിച്ചു, ബ്രദർ നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. എന്നാൽ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കന്ന് ഹിന്ദിയൊന്നും ശരിക്കും അറിയത്തില്ല, ഹിന്ദി എന്ന് പറഞ്ഞാൽ ഒട്ടും അറിയത്തില്ല. ഇത്ര അറിയാന്ന് പതാനേ, എന്താ പറയുക പതാനേ. ആരും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറയും പതാനേ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ പുള്ളി ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യൻസ് ആണോ? അപ്പം ഞങ്ങൾ പറഞ്ഞ് അല്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ സംഭവിക്കുന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ആ പുള്ളി പറഞ്ഞു, ഞാൻ ക്രിസ്ത്യനാണ്, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയായിട്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവർ വീട്ടിനകത്തോട്ട് ചെല്ലുന്നോളം വരെയും ഞങ്ങൾക്ക് ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു. ഞങ്ങളിൽ ചെറുപ്പക്കാരാണ്, 5-6 പേരുണ്ടായിരുന്നു. പുള്ളി ചെറിയ ഭയം ഉണ്ടായിരുന്നു. പുള്ളി വണ്ടി പിടിച്ചിട്ട് അവർ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വീടിനകത്ത് കയറി വരാൻ പറഞ്ഞു. വീടിനകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ യേശു ക്രിസ്തുവിൻ്റെ ഒരു പടം, ഒരു കുരിശ്, ഒരു ക്രോസ് ഒക്കെ ഇട്ടേക്കുന്ന ഒരു പടം കണ്ടു. അപ്പം ഞങ്ങൾക്ക് സമാധാനമായി, ഈ ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. സുവിശേഷ പ്രതികൾ വിൽക്കാനും. രാവിലെ ഞങ്ങൾ സുവിശേഷ പ്രതികൾ വിൽക്കാൻ ഇറങ്ങും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫിലിം ഷോ കാണിക്കാനായിട്ട് ചില ഗ്രാമങ്ങളിൽ പോകും. ഇത് പലരും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും RSSകാരും അതുപോലെ ഈ സുവിശേഷ വിരോധികൾ ഞങ്ങൾ വന്ന് അടിച്ച് എൻ്റെ ഷർട്ടെല്ലാം വലിച്ച് കീറി, ഇടിച്ച്, കാല് ഷൂ ഇട്ട് തൊഴിച്ച് എൻ്റെ ട്രാക്റ്റും പുസ്തകങ്ങളെല്ലാം വലിച്ച് കീറി. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞ്, ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും അത്രേ. മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം തന്നെ എന്തോ ഒരു ശക്തി അവർ തടഞ്ഞ് എന്നെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചിരുന്നതാണ്. എന്നെ അടിച്ച് ഒരു വലിയൊരു പുഴയെ കൊണ്ട് എറിയാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് ദൈവഹിതമാ എന്തോന്ന് അറിയത്തില്ലായിരുന്നു. അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ച് ഞങ്ങളുടെ റൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ ബ്രദറൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തോ പറ്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ല. ബാഗ് എന്തെങ്കിലും ചോദിച്ചു, ട്രാക്റ്റൊക്കെ എന്തെങ്കിലും ചോദിച്ചു. അന്നേരം പറഞ്ഞ് അത് ആൾക്കാർ പിടിച്ച് മേടിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞ് അവർ പുറകിൽ നോക്കിയപ്പോഴാണ് എൻ്റെ ഷർട്ടെല്ലാം വലിച്ച് കീറിയിരിക്കുന്ന കണ്ട്. അപ്പം അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ദൈവാത്മാവിനോട് സംസാരിക്കാൻ ഇടയായിത്തീർന്നു. എന്നാലും എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവെന്ന് പറയാനിടയും. യൗവന കാലത്ത് തന്നെ ഞാൻ കർത്താവിന് സ്വന്തം രക്ഷ സ്വീകരിച്ച് ഇതുവരെ കർത്താവ് ഞങ്ങൾ നടത്തി. ഇപ്പം എനിക്ക് 57 വയസ്സുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്.
എന്നാൽ ദൈവത്തെ പിൻപറ്റി ജീവിക്കാൻ, ദൈവത്തോട് കൂടെ നടക്കാൻ കർത്താവ് ഇതുവരെ ബലപ്പെടുത്തി. ഇന്നലെ ഞാൻ രാജസ്ഥാനിലായിരുന്നു. രാജസ്ഥാനിൽ ഹനുമാൻഗഡ് എന്ന പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വർഷിപ്പൊക്കെ ലീഡ് ചെയ്യാൻ പോവും. അപ്പോൾ പാട്ടൊക്കെ പാടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്, ഗുജറാത്തി ഭാഷയിൽ പാട്ട് പാടും. അതെല്ലാം ദൈവം എനിക്ക് തന്ന. അതുപോലെ തന്നെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എൻ്റെ കല്യാണം 98 എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് എനിക്ക് 2 മക്കളെ കർത്താവ് തന്ന് 2009 എൻ്റെ സൗണ്ട് അങ്ങ് പോയി. ശബ്ദമില്ലാതെ 5 മാസം വീട്ടിലായിരുന്നു. എങ്കിലും 5 മാസം കഴിഞ്ഞ് എനിക്ക് ശബ്ദം പിന്നെയും തിരികെ വന്നു. പിന്നെ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ ഞാൻ കർത്താവിന് വേണ്ടി പ്രേരിപ്പെടാൻ തുടങ്ങി. ശബ്ദം എങ്ങനെ തന്നെത്താനെ വന്നതാണോ അതോ പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും? അത് ശബ്ദം ഒരു ഞാൻ വെളിയിൽ പോയിട്ട് ഇങ്ങനെ വന്ന് ശരീരത്തിൽ ടെമ്പറേച്ചർ തോന്നി. ഞാൻ പെട്ടെന്ന് കിടന്ന് രാവിലെ എഴുന്നേറ്റ് ശബ്ദമില്ല. ഡോക്ടർ ചെക്കപ്പ് ചെയ്തും പറഞ്ഞ് റൈറ്റ് വോക്കൽ കോഡ് അത് പാരലൈസ് ആയിപ്പോയെന്ന് പറഞ്ഞു. അപ്പം 4 മാസം കഴിഞ്ഞ് തന്നെ അപ്പോൾ ദേവദാസന്മാരൊക്കെ ഓരോ ദിവസവും വരികയും പ്രാർത്ഥിക്കുകയും എന്നും ഇങ്ങനെ പ്രാർത്ഥന വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ആയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ എനിക്ക് ശബ്ദം തിരികെ വന്ന്, അപ്പോൾ ശബ്ദം തിരികെ വരുന്നതിന് മുമ്പ് ഞാൻ എഴുതി കാണിക്കും ആൾക്കാരെ എനിക്ക് എന്തോ വേണം, എന്തോ ചെയ്യണം, എവിടെ പോകണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ശബ്ദമില്ലോ, ഒട്ടും ശബ്ദമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും ശബ്ദം ഒരു വാക്ക് ഇങ്ങനെ ഈ ഇറക്കിന്ന് പറിച്ച് നമ്മുടെ ഈ സൗണ്ട് ബോക്സിൻ്റെ അകത്ത് കിഴുത്തിട്ട് കഴിഞ്ഞാൽ ഉള്ള ശബ്ദം ഇങ്ങനെ ഒച്ച കേൾക്കുന്നു. എന്തോ പറയുന്ന ഒരു വാക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല, മറ്റവർക്കും മനസ്സിലാകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 4 മാസം ചികിത്സ ചെയ്ത് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. റൈറ്റ് വോക്കൽ കോഡ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് അച്ചാച്ച ഇതുവരെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞങ്ങളുടെ ദൈവം വിടിവിക്കുമെന്ന് പറഞ്ഞു, നമ്മുടെ ദൈവം വിടിവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിശ്വസിച്ച് അത് ശരിയാ. ഒരു ദിവസം ഞങ്ങൾ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ്, വീട്ടിൽ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ രാവിലെ സംസാരിച്ച് നോക്കും, ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു നോക്കും. ചെറിയ എൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. അപ്പോൾ എൻ്റെ മനസ്സ് ഒത്തിരി സന്തോഷിച്ച് പിന്നെ ഞാൻ ഓരോ ഒച്ചത്തിൽ സംസാരിക്കുന്നത് ഹല്ലേലൂയ എന്ന് പറയുന്നത്. ആദ്യമായി ഹാ പറഞ്ഞു, ഹാ. അന്നേരം എൻ്റെ ബിസിനസ്സും പിള്ളേരൊക്കെ വന്ന് നോക്കി, പപ്പ എന്താണ് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 മാസം ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നേ. 5 മാസം കഴിഞ്ഞ് ഹാ എന്ന് പറഞ്ഞപ്പം പിന്നെ പറയാൻ പറഞ്ഞു, പിന്നെ തുടർന്ന് സംസാരിക്കാൻ പറഞ്ഞു, പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനോടത്ത് ഓരോ അക്ഷരം വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ പിന്നെ അത് ലേ, അത് ലു, അത് യാ. ഇത് നമ്മൾ ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്കുകൾ അത് നമ്മൾ ENT ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാലും അവർ സൗണ്ട് ചെക്ക് ചെയ്യുന്ന ഈ വാക്കാ. ആ പറയാൻ പറയും, അവർ ലാ പറയാൻ പറയും, ലു പറയാൻ പറയും, യാ പറയാൻ പറയും. അവർ ചെക്ക് ചെയ്യുന്ന തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ സൗണ്ട് പറയുന്നെങ്കിൽ, സൗണ്ട് നല്ലതായിട്ട് ക്ലിയർ ആണെന്ന് അറിയണമെങ്കിൽ ഹല്ലേലൂയ അവരും പറയുന്നുണ്ട്. ഹല്ലേലൂയ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 5 മാസം കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എനിക്ക് ശബ്ദം കർത്താവ് തന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഞാൻ ചിന്തിച്ച് ഇനി ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല. ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു, പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം എന്നെ പിടിവെച്ച് എൻ്റെ ശബ്ദത്തെ തിരികെ തന്നു. മരിച്ചുപോയ ശബ്ദത്തെ തിരികെ തന്നു. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ് ശബ്ദം തിരികെ തരും, തിരികെ മടക്കി തരുന്ന കർത്താവ്. അത് ആ മടക്കി തന്ന ശബ്ദമുണ്ടല്ലോ,
അതിനോട് ഒരു ആത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തി കൊണ്ടുണ്ട്. അപ്പം അത് ശബ്ദം തിരിച്ചു വന്നപ്പം ഞാൻ പിന്നെയും പാട്ട് പാടാനൊക്കെ പോകുമ്പോഴത്തേക്കും വർഷിപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഞാൻ പാട്ടൊക്കെ പാടുമ്പോൾ ദുരാത്മാക്കളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വന്ന് പറയാം, പണ്ടത്തെ പാസ്റ്റർ പാടുമ്പം നല്ല വോയിസ് ഒക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു ആ ശബ്ദത്തിൽ. അപ്പൊ ദൈവം പണിത്, പിന്നെ ആ ശബ്ദത്തെ പണിത്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അത് കഴിഞ്ഞ് ആ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചർച്ചിൻ്റെ ആയിട്ടുള്ള ഡൽഹി തന്നെ ഹരിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ തീഹാർ ജയിലിൻ്റെ അടുത്താണ് ഹരിനഗർ. ആ ഹരിനഗറിനടുത്ത് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ. അവിടെ ടെൻ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഈ ഫസ്റ്റ് ഫ്ലോർ മേളിൽ ടെൻ്റൊക്കെ ഇട്ട് അവിടെയാണ് ആരാധന നടത്തുന്നത്. ഹിന്ദിക്കാരും പഞ്ചാബികളും ഹിന്ദുക്കളായിട്ടുള്ള പഞ്ചാബികളും പല ആൾക്കാർ വരുന്നുണ്ട്. ചെറിയൊരു കൂട്ടായ്മ കർത്താവ് എനിക്ക് തന്ന്, ആ കൂട്ടായ്മ നന്നായിട്ട് പോകുന്നുണ്ട് കർത്താവിൻ്റെ കൃപയിൽ. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് ഈ 2023 ഒക്ടോബർ മാസത്തിൽ അല്ല ഒക്ടോബർ 31 ഓഗസ്റ്റ് 31 ഞാൻ ഹനുമാൻഗഡ് എന്ന പരിസരത്ത്, രാജസ്ഥാൻ ഹനുമാൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 3 ദിവസത്തെ കൺവെൻഷൻ. രാവിലെയും അവിടുത്തെ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ഇല്ല, കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ പാട്ടൊക്കെ പാടി ആരാധിച്ച് ഒത്തിരി ദുഷ്ടാത്മാക്കൾ വിടിവിച്ച് ഒത്തിരി അസുഖമായിട്ട് വന്നവരെ വിടുവിച്ച് അനേകർക്ക് വിടുതലായി. ആ മീറ്റിംഗ് ഒരു പുതിയ പ്രവർത്തനം അവിടെ തുടങ്ങി, അവിടെ ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഗ്രാമത്തിൽ പാട്ടൊക്കെ പാടുമ്പോഴാണ് ആൾക്കാരെല്ലാം കൂടി വരുന്നത്. അവിടെ ചർച്ചിൻ്റെ ബിൽഡിംഗ് ഒക്കെ തുടങ്ങി. അവിടെ ഒരു ശിഷ്യാശ്രമം എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ജോൺ ജോർജ് പാസ്റ്റർ അവിടെ ഒരു പ്രവർത്തനം തുടങ്ങി. ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെല്ലാം അവിടെ വരും, വിടുതല പ്രാപിക്കും. അന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞ് 13 പേര് സ്നാനപ്പെട്ടു. സ്നാനം കഴിഞ്ഞ് തിരിച്ച് ഡൽഹിക്ക് ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരു അവിടുന്ന് അനൗൺസ്മെന്റ് വന്ന്, ഇതുപോലെ ഡൽഹിക്ക് പോകാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് 1ാം പ്ലാറ്റ്ഫോമിലാണ്. 3ാം പ്ലാറ്റ്ഫോമിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഓടി സ്റ്റെയർ കേസ് കയറി അപ്പുറത്ത് പോയി ഒത്തിരി ഇറങ്ങി ഓടണം. അന്നേരം അപ്പുറത്ത് എല്ലാം പെട്ടെന്ന് എല്ലാം വരുന്നത്. ഇത് അനൗൺസ്മെന്റ് പറയുകയും പെട്ടെന്ന് വണ്ടി വരുകയും ട്രെയിൻ വരുകയും കൂടെ ഒന്നിച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ബാഗും പെട്ടിയൊക്കെ എടുത്ത് ഓടി താഴെ ഇറങ്ങി ഓടി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ശ്വാസത്തിന് പ്രോബ്ലം ഉണ്ടായി, ശ്വാസം മുട്ടലായി, ശ്വാസ തടസ്സമുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ സീറ്റിൽ ചെന്ന് കിടന്ന് അപ്പോഴവിടുത്തെ പാസ്റ്റർ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ വെച്ച് പാസ്റ്റർ സ്ട്രോക്ക് ഉണ്ടായിരുന്നു. സ്ട്രോക്ക് ഉണ്ടായ സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം തളർന്നു പോയി കഴിഞ്ഞ് അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ് എൻ്റെ മോനെ കൂടെ പാസ്റ്റർ കൊടുത്ത് വിടുക ഡൽഹിക്ക്. പാസ്റ്റർ ഇതാ പറഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെ അന്ന് രാത്രി പാസ്റ്റർ പറഞ്ഞ് പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് പാസ്റ്റർ, ഹനുമാൻഗഡിൽ നല്ലൊരു ഹോസ്പിറ്റലില്ല. രണ്ടാമതായിട്ട് എൻ്റെ വൈഫോ പിള്ളേരോ ആരും കൊടുത്തില്ല, ചർച്ചക്കാരോ കൊടുത്തില്ല. പിന്നെ പാസ്റ്റർക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. അത് പാസ്റ്റർ കരഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെ അവിടുന്ന് ഡൽഹിയിൽ പറഞ്ഞു വിട്ട്. അപ്പോൾ ട്രെയിനിൽ കിടക്കുന്ന സമയത്ത് തന്നെ സ്ട്രോക്ക് ഉണ്ടായി. രാവിലെ ഞാൻ എഴുന്നേറ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഓർക്കുന്നുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ അവിടുന്ന് കാറിൽ കയറുന്ന ഓർക്കുന്നുണ്ട്. പിന്നെ ഓർക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർമാർ വന്ന് വിളിക്കും ഇങ്ങനെ, ഹലോ അങ്കിൾ ആപ്കാ നാം ക്യാ ഹൈ, ഇങ്ങനെ ചോദിക്കും. എന്നാലും ഞാൻ പറയും വേറെ നാം ബിജു പടവത്തെ, അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് അൺകോൺഷ്യസ് ആയിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. ബോധമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞ് ഇവിടെ നല്ല ഡോക്ടറില്ല, ഇവിടെ ഡോക്ടർ വന്നിട്ടില്ല,
അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വേറെ ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റലാണ് ഡൽഹിയിൽ, RML വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു എമർജൻസി ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെവി കൂടെ മൂക്കിൽ കൂടെയൊക്കെ രക്തം വരും, കണ്ണിൽ കൂടെയൊക്കെ രക്തം വരും. എഴുതി സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു വൈഫിൻ്റെ അടുത്ത്. വൈഫ് പറഞ്ഞു പറ്റത്തില്ല, എമർജൻസി അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ്. വൈഫ് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ടീക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും അറിഞ്ഞില്ല ആ സമയത്ത് എന്തോ നടക്കുന്നു. അപ്പൊ ഞങ്ങളുടെ മയൂർവാറിൽ ഞങ്ങളുടെ ഒരു FGCയുടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ അവിടുത്തെ ഒരു ബ്രദർ ജോസം സന്തോഷ് എന്ന് പറഞ്ഞ ബ്രദറുണ്ട്. ആ ബ്രദർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല, പെട്ടെന്ന് തന്നെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ ബ്രദർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പം പെട്ടെന്ന് ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയി MRI ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു ദിവസം ഞാൻ ഒരു ബോധമില്ലാതെ അവിടെ കിടന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് കണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്തോ കർത്താവ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. അപ്പം 6 മാസം മുമ്പ് ഞങ്ങളുടെ ഒരു വർക്കുണ്ട് പഞ്ചാബിൽ, പാസ്റ്റർ ഷാലു എന്ന് പറയും, ചണ്ഡീഗഡിൽ വർക്ക് ചെയ്യുന്നത്. ആ പാസ്റ്ററെ വൈഫ് പ്രവാചകയാണ്, ബിന്ദു സിസ്റ്റർ എന്ന് പറയും. ബിന്ദു സിസ്റ്റർ പ്രവചിച്ച് പറഞ്ഞാൽ എൻ്റെ അടുത്ത്, പാസ്റ്ററിനെ കുറിച്ച് ഇന്നപോലെ 6 മാസത്തിനകം ഒരു സ്ട്രോക്ക് ഉണ്ടാകും. ആ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ സമയത്ത് മുഖമെല്ലാം കൂടിപ്പോവും, നാക്കെല്ലാം കൊഴിഞ്ഞു പോവും, ലെഫ്റ്റ് സൈഡ് മൊത്തം ഇതായി തീരും എന്നൊക്കെ പറഞ്ഞു, പാരലൈസ് ആയി പോകും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അറിയത്തില്ല നമുക്ക്. പക്ഷെ നേരത്തെ തന്നെ ഒരു ഹിന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ച് ആ സിസ്റ്റർ പറഞ്ഞ കാര്യം, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഓരോ കാര്യം പറഞ്ഞു തരുന്നത് ഇങ്ങനെ. പിന്നീട് എനിക്ക് മനസ്സിലായി എന്തോ കാരണമെന്ന്. അപ്പം പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് 5 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞ് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പൊ ഞങ്ങളുടെ ദൈവദാസന്മാരെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരെ, എൻ്റെ പ്രെയർ ഡിപ്പാർട്ട്മെന്റിലുള്ള ഞങ്ങൾക്കൊരു പ്രെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. രഘു എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിന്റെ അതിന്റെ കോർഡിനേറ്ററാണ്. ആ പാസ്റ്ററിന്റെ കൂട്ടത്തിൽ കുറച്ച് പേരുന്ന് രാവിലെ പകലും ഒക്കെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതല്ലേ അവരെ എല്ലാവരും പ്രാർത്ഥന, ആ ദൈവവചനമാണ് ഇതുവരെ എന്നെ നിലനിർത്തിയത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഹാർട്ടിന് സർജറി വേണമെന്ന് പറഞ്ഞപ്പം എല്ലാവരും പ്രാർത്ഥിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞ് സർജറി വേണ്ട, 5 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ICU നേരെ വീട്ടിലോട്ട് വന്ന്, വീട്ടിൽ വരുമ്പം എന്നെ 2 പേരും എടുത്തോണ്ടാണ് വന്നത്. പക്ഷേ അന്ന് മുതല് ഇതുവരെ വീട്ടിൽ വന്ന ആൾക്ക് ദൈവജനം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനെ കൊണ്ട്, അതുകൊണ്ട് പ്രാർത്ഥനയാണ് പിന്നെ എന്നെ എഴുന്നേൽപ്പിച്ച് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ ആരും ആശ്രയമില്ലാതെ ഞാൻ തന്നെ നടന്നാ പോയത്. ഡോക്ടർ പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ പലരും പറഞ്ഞ് ഹാർട്ടിന് ടെസ്റ്റ് ചെയ്യണം, ചെക്കപ്പ് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ഒരു പാസ്റ്റർ വിളിച്ച് പറഞ്ഞ് ഇന്നപോലെ ഒരു വിശ്വാസി ഒരു ഡോക്ടറുണ്ട്, MBBS ഡോക്ടർ സുബോധ് എന്ന് പറയും, ഡോക്ടർ സുബോധ്, പന്ത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സുബോധ് സാറ് എന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ചെക്കപ്പ് ഒക്കെ ചെയ്ത് പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ചോദിച്ചു പാട്ടൊക്കെ പാടാവോ? പാട്ട് പാടാവോ, എത്ര ഉച്ചത്തിൽ പാടാൻ പറ്റുമോ അത്ര ഉച്ചത്തിൽ പാടുക എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതെല്ലാം ദൈവത്തിന്റെ ഒരു സമയാസമയങ്ങളിൽ ഓരോ കാര്യങ്ങളും ദൈവം ചെയ്തു തീർത്ത, നമ്മളെ പണിയാൻ വേണ്ടിയും നമ്മളെ ഒന്ന് മെനയാൻ വേണ്ടി, നമ്മളെ ഒന്ന് ശരിയാക്കി ഒന്ന് എടുക്കാൻ വേണ്ടി കർത്താവ് ഇത് ചെയ്യുന്നത്. നമുക്ക് ദോഷമായിട്ടൊന്നും കർത്താവ് ചെയ്തില്ല, ഇതുവരെ ദോഷമായിട്ടൊന്നും ചെയ്തില്ല. ഇന്നലെ ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ്,
ഞാൻ എവിടെ എവിടെ എനിക്ക് സ്ട്രോക്ക് ഉണ്ടായോ, എവിടെ വെച്ച് സ്ട്രോക്ക് ഉണ്ടായോ ആ സ്ഥലത്ത് തിരിച്ചു പോയിട്ട് അവിടെ ചെന്ന് കർത്താവിനെ മാറ്റപ്പെടും, അവിടെ ചെന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇന്നലെ അവിടെ പോയതായിരുന്നു. അവിടെ പോയി സാക്ഷ്യം പറഞ്ഞ് ജനങ്ങളെല്ലാം വിടുതലായിരുന്നു, അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എൻ്റെ സാക്ഷ്യം ഇതുപോലെ പറയാനായിട്ട്. ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോയെങ്കിലും കർത്താവ് ഇതുപോലെ സൂക്ഷിച്ച് കർത്താവിന്റെ ഹിതമാമണ്ണം നടക്കാൻ ഇതുവരെ കർത്താവ് സഹായിച്ചു. പാസ്റ്റേ വിട്ടുപോയത് പറയാം. പാസ്റ്റർ ശുശ്രൂഷയില് കർത്താവ് ചെയ്ത മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഓർമ്മയിലുള്ള. അതുപോലെ എനിക്ക് 2023 എനിക്ക് സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞപ്പം എൻ്റെ നാക്കും ലെഫ്റ്റ് സൈഡ് മൊത്തം കുഴഞ്ഞു പോയത്. ഇതുപോലെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കുമായിരുന്നു എന്തോ ഭാഷ പറയുന്നത്, നാക്കെല്ലാം കുഴഞ്ഞു പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ മോടെ 12th എക്സാമിന് പാസ്സായത്. കോളേജിൽ പഠിക്കാനായിട്ട് പോകാനായിട്ട് എൻ്റെ മോടെ കൂടെ ഒന്ന് പോകാനായിട്ടോ അല്ലെങ്കിൽ അവിടെ പോയെന്ന് കോളേജുകാരെ സംസാരിക്കാനായിട്ട് പോലും എന്നെ കൊണ്ട് പറ്റിയില്ല. എങ്കിലും അതെല്ലാം ദൈവം തക്ക സമയത്ത് അതിന് വഴികളും വാതിലുകളിലും ഇക്കോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോക്ക് ഒരു അഡ്മിഷൻ കിട്ടിയായിരുന്നു. അത് ഹരിയാനയിലായിരുന്നു, BEdന്. അപ്പൊ 3 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പൊ അവിടെ അത് ആക്ച്വലി ഹിന്ദുക്കളുടെ വലിയൊരു കോളേജായിരുന്നു. അവിടെ ഈ തിലകൊക്കെ ഇട്ടിട്ടാവും പിള്ളേരെ കയറ്റി വിടുന്നത് അകത്തൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിനൊരു വിഷമം തോന്നി. കർത്താവേ, എന്റെ കുഞ്ഞിനെ അങ്ങനെ വിട്ട് ശരിയല്ലോ. അവരടിക്ക് പോയ കൊച്ചും മോളുടെ വിശ്വാസത്തിനൊക്കെ ഒത്തിരി ചിഹ്നമാകുന്നു എന്ന് ചിന്തിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച്. അവ പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജീസസ് മേരി കോളേജില് അവിടുന്ന് കോള് വന്ന് പെട്ടെന്ന് മോൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എൻ്റെ വൈഫും പോയി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അവർ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. മോള് ഫൈനൽ ഇയർ ആയി ഈ വർഷം. പിന്നെ മോള് ഹരിയാന കോളേജിൽ നിന്ന് അവിടുന്ന് TC ഇത് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി വന്ന് ചേർന്ന്. ഡൽഹി യൂണിവേഴ്സിറ്റി വന്ന് ചേർന്ന് 3ാമത്തെ വർഷം. എൻ്റെ മോള് ഇപ്പോൾ ആ കോളേജിലെ പ്രസിഡന്റാ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ ഹിതം മോളിൽ നിറവേറണം. അപ്പൊ അന്ന് മുതൽ ഡൽഹിയിൽ എവിടെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അതുമല്ല, എന്ന് മോക്ക് അഡ്മിഷൻ കിട്ടിയോ അന്ന് മുതൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് ബസ് ഫ്രീ ആയിട്ട് കോളേജിൽ പോകാനും വരാനായിട്ടും ദൈവം എല്ലാം അങ്ങനെ ഓരോ കാര്യവും. എൻ്റെ മോനും അതുപോലെ തന്നെ. മോന് UP ഇലാഹാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവന് ഫൈനൽ ഇയർ ആയിരുന്നു. ഫൈനൽ ഇയർ ആയി കഴിഞ്ഞ സമയത്ത് തന്നെ ഇന്റേൺഷിപ്പിന് പോകാനായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാനായിട്ടൊക്കെ പൈസയൊക്കെ ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഒരു 5000 രൂപ മോന് വേണമായിരുന്നു. അപ്പോൾ ആ പൈസ ഇല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവമേ അതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ചെയ്യണത്. അപ്പം 5000 രൂപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവ് അവന് പോകാൻ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള പൈസ ആവശ്യമാണ്. ഞാൻ ചർച്ചിൽ പോയിട്ട് ചർച്ചിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. ഒരു പഞ്ചാബിൽ നിന്ന് ഞങ്ങളുടെ ഒരു പാസ്റ്റർ എന്നെ വിളിക്കുന്നു പറഞ്ഞ്, വേറെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ പാസ്റ്റർ, പഞ്ചാബിലെ പാസ്റ്റർ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ആ പാസ്റ്റർ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പഞ്ചാബിലെ പാസ്റ്റർ കണ്ട് സംസാരിച്ച് കഴിഞ്ഞ പാസ്റ്റർ ഒരു കവറ്, ഒരു ഗ്രീറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. അപ്പൊ ഞാനവിടെ ജസ്റ്റ് ഒരു മീറ്റിംഗ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുമായിരുന്നു. അപ്പൊ ആ കാർഡ് എടുത്ത് ഞാൻ ബാഗിൻ്റെ അകത്ത് വെച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് ആ കാർഡ് എടുത്ത് നോക്കാൻ പറഞ്ഞു എന്തുവാന്ന് എഴുതിയിരിക്കുന്നു. ആ കാർഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 5500 rupees ഉണ്ട്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. എൻ്റെ മനസ്സറിയുന്ന ദൈവം, എന്നെ നന്നായി അറിയുന്ന ദൈവമാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഓരോ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എൻ്റെ കർത്താവ് നടത്തി തന്നിട്ടുണ്ട്. എവിടെ പോയാലാണെങ്കിലും ദൈവം തക്ക സമയത്ത് അതിന് വേണ്ടിയുള്ള വഴികളും ബാധ്യതകളും
എൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടി അനേക ദേവദാസന്മാരെ ദൈവമക്കളെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പഞ്ചാബിനകത്ത് ഇപ്പോൾ ദൈവം അനുവദിച്ച പഞ്ചാബിന് പോകണമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ വരുന്ന ദേവദാസന്മാര് എൻ്റെ പെട്ടി എടുക്കും, എന്നെ കൈത്താങ്ങൽ തന്നെ എന്നെ ട്രെയിനിൽ കയറ്റി വിടാനൊക്കെ ദേവദാസന്മാരൊക്കെ കൂട്ടത്തിൽ വരും. എനിക്ക് വളരെ സന്തോഷം. അത് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെ ഒത്തിരി പേര് എനിക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ പോരാടുന്ന ദേവദാസന്മാർ ഇപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ പല നന്മകളും ദൈവം തന്നിട്ടുണ്ട്. നേരത്തെ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 2 വർഷം വാടക വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദേവദാസം വന്ന് പറഞ്ഞ് ചോദിച്ചു, ബിജു പാസ്റ്റർ നിങ്ങൾക്ക് വണ്ടി വേണോ അതോ വീട് വേണോ ചോദിച്ചു. എൻ്റെ വൈഫ് പറഞ്ഞ്, പാസ്റ്റർ ഞങ്ങൾക്ക് വീട് മതി, ആദ്യമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, വീടുണ്ടെങ്കിൽ വണ്ടി ഇടും, അതിൻ്റെ മുമ്പിലില്ല, വണ്ടി പിന്നെ മതി എന്ന് പറഞ്ഞ് 2 വർഷം ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഭവനം ആവശ്യമാണ്, ഞങ്ങളുടെ വാടക കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഇത് പത്ര പൈസ ഇല്ല. 2 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കി. ഒരു ജനതാ ഫ്ലാറ്റ് വാങ്ങിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ആ ഭവനത്തെ ഇതിലൂടെ ഞാൻ ഇപ്പം സംസാരിക്കുന്നത്. ദൈവം തന്ന ഭവനമാണ്. ദൈവം എല്ലാ കാര്യങ്ങളും അറിയുന്നു. ഓരോ സമയത്തും ഞങ്ങൾക്ക് ആവശ്യമുള്ള, നമുക്ക് പല ആവശ്യങ്ങൾ കാണും, എങ്കിലും നമുക്ക് ഇപ്പം വേണ്ടത് ദൈവം ചെയ്തു. ഇപ്പം നമുക്ക് എന്താ ആവശ്യം അത് ദൈവം ചെയ്തു തരുന്നു. ഇതുവരെ ദൈവം നടത്തി. കുടുംബമായി ഞങ്ങളെ സൂക്ഷിച്ച്, ഞങ്ങളുടെ സഭയെ സൂക്ഷിച്ച്, വിശ്വാസികളെ സൂക്ഷിച്ച്, സഭയിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കൃപയാൽ നന്നായിട്ട് നടന്നു പോകുന്നു. എല്ലാവരെയും കർത്താവ് സൂക്ഷിച്ച് പരിപാലിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ക്രിസ്തുവിനെ പിന്തുടരാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് അന്ന് മുതൽ ഇതുവരെ ദൈവം എന്നെ സൂക്ഷിച്ച് പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായെങ്കിലും, തടസ്സങ്ങൾ പലതും ഉണ്ടായെങ്കിലും, ബൈബിളിൽ വാക്യമുണ്ട്, പരീക്ഷകൾ അനവധി നേരിട്ടാലും അതിൻ്റെ ഇടയിൽ ദൈവം ഒരു പോംവഴി നമുക്കായിട്ട് പുതുവഴികളെ തുറക്കും. ഹിന്ദിയിലൊരു പാട്ടുണ്ട്, ജബ് സാരേ ദർവാജെ തുझे बंद दिखे समझो नए द्वार खोला है प्रभु ने, समझो नए द्वार खोला है प्रभु ने. എല്ലാ വഴികളും അടഞ്ഞാലും ദൈവം നമുക്കായിട്ട് പുതുവഴികളെ തുറന്നിട്ടുണ്ട്. ഒരു വഴി കർത്താവ് നമുക്കായി തുറന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ഈ പഞ്ചാബിലൊക്കെ പാസ്റ്റർ പോകുമ്പോൾ അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ദൈവപ്രവൃത്തി പാസ്റ്ററിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞാട്ട്. പഞ്ചാബില് അത് കഴിഞ്ഞാണ് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഞങ്ങളുടെ സംഘടനയിലുള്ള ഞങ്ങളുടെ മുതിർന്ന ദേവദാസന്മാര് ഓരോ വേലക്കായിട്ട് ഞങ്ങളെ വേർതിരിച്ച്, പഞ്ചാബിന്റെ ഓവർസീലാണ് ഞാനിപ്പോൾ. അപ്പോൾ പഞ്ചാബില് പല സ്ഥലത്ത് പോകാനും ഭയങ്കര വിടുതല. പഞ്ചാബിൽ നമ്മളൊക്കെ ചെന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഉത്തരം നമുക്ക് കാണാൻ പറ്റും. പ്രസംഗിത കാര്യങ്ങൾ ആസിറ്റീസ് അവർ വിശ്വസിക്കുകയാണ്. നമ്മൾ ദൈവവചനം പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കണ്ണടച്ചാൽ വിശ്വസിക്കുക. അതാണ് പഞ്ചാബില് ഉണർവുണ്ടാകുന്നത്. നമ്മള് ദൈവദാസന്മാരെ മാനിക്കുന്ന കാര്യത്തിൽ അവര് വളരെ മുമ്പോട്ടാണ്. ഒരു ദേവദാസൻ ഓരോരുത്തർ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവര് പറയുന്ന കർത്താവിന്റെ ദാസൻ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവര് വീട്ടിൽ അനുഗ്രഹമാണ്. നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേ നമ്മളെ ഓരോ വീടുകളിൽ വിളിച്ചോളൂ, പ്രാർത്ഥിക്കും. അതുപോലെ നമ്മളെ മാനിക്കുകയും ചെയ്യും. ഇവരെല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്നത്. അതാ പഞ്ചാബിലെ ഉണർവുണ്ടാകുന്നത്. കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ചെറിയ മീറ്റിങ്ങിന് പോലും 1000-1500 പേരൊക്കെ കൂടുന്നു. ചെറിയൊരു മീറ്റിംഗ്, ഒരു ഗ്രാമത്തില് ചെറിയൊരു കോട്ടേജ് മീറ്റിംഗ് നടത്തിയുള്ളൂ. അതിൻ്റെ അകത്ത് ഭയങ്കര ആൾക്കാരായിരുന്നു. അവര് വചനത്തിന് അങ്ങ് അടിയുറച്ചങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുക. പാസ്റ്ററിന്റെ അവിടുത്തെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ദൈവം ചെയ്ത എന്തെങ്കിലും 1-2 അത്ഭുതങ്ങൾ പാസ്റ്ററിന് പറയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്
രോഗസൗഖ്യം അങ്ങനെ എന്തെങ്കിലും പാസ്റ്റിന്റെ ഓർമ്മയിലുള്ളത്? പഞ്ചാബില് ഞങ്ങളുടെ ദേവദാസന്മാര് പലരും പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പഞ്ചാബിന്റെ വലിയ പ്രവർത്തനത്തിന് ഒരു കാരണം ഇതാണ്. ഞങ്ങൾ ഒരു സമയത്ത് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അവർക്ക് വിടുതലായിരുന്നു. അതുപോലെ രോഗികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരു സിസ്റ്റർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങളുടെ പപ്പ ബോംബെക്ക് പോയിക്കുക, പപ്പ എവിടെയാന്ന് പോലും ഇപ്പൊ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ 3 ദിവസം കൺവെൻഷനാ. ആ ദിവസം ഞാൻ പ്രാർത്ഥിച്ച സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ് വിശ്വസിക്കുക, പപ്പ വിളിക്കുമെന്ന് പറഞ്ഞു. പപ്പ ഫോൺ ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പൊ പ്രാർത്ഥിച്ചു വിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ച് അവര് സത്യമായിട്ട് അവർ വിശ്വസിച്ച് ആ സിസ്റ്റർ 3 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ അവര് സാക്ഷ്യം പറയാൻ വന്ന്. ഹല്ലേലൂയ. ഈ പാസ്റ്റർ അന്നേരം അന്ന് പറഞ്ഞ 3 ദിവസത്തിനകം പപ്പ വിളിക്കുമെന്ന് ബോംബെന്ന്. ഒത്തിരി നാളായി പപ്പ വിളിക്കുന്നില്ലായിരുന്നു ബോംബെ പോയിട്ട്. 3 ദിവസം കഴിഞ്ഞപ്പോ അവരുടെ പപ്പ ആ മോളെ തിരിച്ചു വിളിച്ചു. അങ്ങനെ പലരും ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഞങ്ങള് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു പഞ്ചാബിൽ ദാരിവാളിൽ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് വെക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തു. പഞ്ചാബിലുള്ള ദേവദാസന്മാരെല്ലാം വിളിച്ച് ദാരിവാളില് ഒരു ഡിസ്ട്രിക്റ്റ്, ആ ഡിസ്ട്രിക്റ്റിലുള്ള ദേവദാസന്മാരെ വിളിച്ച് ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് വെക്കാൻ വേണ്ടി. അപ്പൊ അതിന് വെക്കാൻ വേണ്ടി ചെലവുണ്ട്. അപ്പോൾ പാസ്റ്റർമാർ എത്ര പേര് വരുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങൾക്ക് ഒരു ചെറിയൊരു എസ്റ്റിമേറ്റ് കിട്ടി. അപ്പോൾ ഒരു ബ്രദർ പറഞ്ഞ്, പാസ്റ്ററെ അതോ പാസ്റ്റേഴ്സ് മീറ്റിംഗ് വെക്കുവാണെങ്കിൽ ഞങ്ങൾ മൊത്തം ചെലവെടുത്തോളാം, പാസ്റ്റർമാർക്ക് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഓരോ കാര്യം ചെയ്തുകൊണ്ട് ദൈവ മക്കള് ദേവദാസന്മാരെല്ലാവരും കൂടത്തിൽ നിന്ന് പ്രവർത്തിക്കുക. പഞ്ചാബിൽ നല്ല ഉണർവുണ്ടാകുന്നുണ്ട്. നമ്മളിൽ നിന്ന് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അങ്ങ് വിശ്വസിക്കുക, കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. അവരങ്ങ് വിശ്വസിക്കും. അത്ഭുതം ദൈവം ചെയ്തു. ഞാനൊക്കെ ആദ്യമൊക്കെ പാട്ടൊക്കെ വർഷിപ്പൊക്കെ ലീഡ് ചെയ്യാൻ പോകുമ്പോൾ പാട്ട് പാടുമ്പം പഞ്ചാബി ഭാഷ ശരിക്കറിയത്തില്ലെങ്കിലും ഒരു പാട്ട് എനിക്കറിയാമായിരുന്നു. പഞ്ചാബിയിലെ ഒരു പാട്ട് ആദ്യം പഠിച്ച പാട്ടാണ്. അസിറബ് ദേ ബന്ദേ ഹാ कि रब सन प्यार करता है, असरुल दे फिर देसा, असरुल दे फिर देसा कि उन सन यीशु मिल आए, असरब दे बंदे हा कि रब सन प्यार करता है. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ അവിടെ ഇവിടെ എല്ലാം പോകുമ്പോഴൊക്കെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. അതാണ് ആ പാട്ടിന്റെ അർത്ഥം. ഈ പാട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് പറയുന്നത്. ഈ പാട്ട് ഞാൻ ചർച്ചിൽ പാടുകയായിരുന്നു. ചർച്ചിൽ പാടിയപ്പോൾ ഞാൻ പഞ്ചാബിലുള്ള ദേവദാസന് IPCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പാസ്റ്റർ ജേക്കബ് ജോൺ പാസ്റ്റർ അന്ന് പ്രസംഗിക്കാൻ വന്ന് പന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, ബിജു പാസ്റ്ററെ ഈ പഞ്ചാബി പാട്ട് ഞങ്ങളുടെ പഞ്ചാബിൽ വന്ന് പാടണമെന്ന് പറഞ്ഞു. ആ ഒരു പാട്ടാണ് പഞ്ചാബിൽ ഞാൻ ഒറ്റ പാട്ട് കൊണ്ട് പഞ്ചാബ് മൊത്തം എല്ലാ സ്റ്റേറ്റിലും പോയി പാടി എന്നുള്ളതാണ്. ഒരു ആത്മാവിന് വലിയൊരു ആ പാട്ടിനകത്തൊരു വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു. അതുമല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങ് പാടുമല്ലേ. നമ്മൾ അറിയാത്ത ഒരു ഭാഷയാണത്. ആ ഭാഷയിൽ നിന്ന് നമ്മൾ പാടുമ്പോൾ ദൈവം അവിടെ വലിയ പ്രവർത്തിക്കുക. ദൈവത്തെ പാടുമ്പോൾ സ്തുതിക്കുമ്പോഴൊക്കെ ആത്മാവിനൊക്കെ സ്തുതിക്കുമ്പോഴൊക്കെ ജനങ്ങളെല്ലാം ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങുക. ദൈവം വലിയൊരു പ്രവൃത്തി ആ പാട്ടിലൂടെ ദൈവം അയച്ചു. അതുപോലെ ഇത് അന്ന് മുതൽ ഇതുവരെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലാനായിട്ട്, ഓരോ സ്ഥലങ്ങളിൽ പോകാനായിട്ട് ദൈവം അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യ വന്നപ്പോൾ ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. ദൈവം എന്നെ ദൈവദാസന്മാർ ചെല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എന്നെ അയക്കണമേ. എന്നെ ആഗ്രഹിക്കുകയും കർത്താവിന്റെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അനേക ഭാഷകാരുണ്ട്. അവിടെയെല്ലാം കർത്താവ് എന്നെ അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ
ദൈവമക്കൾ പോവാത്ത ദൈവദാസന്മാര് പോവാത്ത വെളിയിൽ നിന്ന് പോവാത്ത ദൈവദാസന്മാര് അതെവിടാ പാസ്റ്റേ ദേവദാസന്മാര് പോയിട്ടില്ലാത്തടത്ത് പാസ്റ്റ് പോയത് എവിടാ ഒന്ന് പറഞ്ഞാട്ട്. ഞാൻ പോയ ഈ ഋഷികേഷിനടുത്ത് ന്യൂ ടെഹരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് 700 കിലോമീറ്റർ 7000 കിലോമീറ്റർ ഹൈ റേഞ്ച് പോലെ ജീപ്പ് മാത്രമേ പോകുന്നുള്ളൂ. അവിടെ പോകാൻ വേണ്ടി അപ്പം ഞാൻ അവിടെ ചെന്നപ്പോ ആ ചർച്ച, ചെറിയൊരു ചർച്ച, അവിടെ ഒരു പ്രാർത്ഥന നടക്കുക. ആ ചർച്ചില് ആക്ച്വലി ഒരു പെങ്കുച്ചിന്റെ കല്യാണമായിരുന്നു. ആ കല്യാണ സമയത്ത് അവിടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക ചർച്ചില്. കല്യാണ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, എപ്പോഴും സന്തോഷവും ആനന്ദവും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. ഞാൻ പാസ്റ്റർ ചോദിച്ചേ, പാസ്റ്റർ എന്തുകൊണ്ട് ഈ ആ പെങ്കുച്ചിന്റെ കല്യാണത്തിന്റെ സമയത്ത് ഫാസ്റ്റിംഗ് പ്രയർ എന്തിനാന്ന് ചോദിച്ചു. ഇന്നലെ പറഞ്ഞ് അവരെല്ലാം ഹിന്ദു അന്യജാതി എന്ന് വരുന്നവരാ, അവരെ വീട്ടുകാരെല്ലാം അന്യജാതി എന്ന് വരുന്നവരാ. അതുകൊണ്ട് പല വിരോധാത്മകളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്. അതിനെല്ലാം ജയം ഏറ്റെടുക്കണം. അപ്പൊ ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തും വിശ്വാസികളില്ലാതെ പാസ്റ്റർമാർ മാത്രം വളരെ വർഷങ്ങളായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാൻ മേലാതെ ആയിരിക്കുന്നവർ അങ്ങനെ സ്ഥലത്തേക്ക് കർത്താവിനെ വിടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ്. പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. പാസ്റ്റർ അവിടെ ചെന്ന് ഇപ്പൊ ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഇടയിൽ എന്തെങ്കിലും ദൈവപ്രവൃത്തി വല്ലതും കാണാൻ ഇടയായോ പാസ്റ്റർ? അതാണ്. അപ്പൊ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ് പാസ്റ്റർ ദൈവവചനം പറയണം. ഞാൻ പ്രസംഗിച്ച് അന്ന് രാത്രി, പിറ്റേ ദിവസം രാത്രിയിൽ കല്യാണമായിരുന്നു. വൈകുന്നേരം കല്യാണത്തിന്റെ സമയത്ത് അനേകർ മദ്യപിച്ച് വന്നെങ്കിലും വന്നവരെല്ലാം ആരാധിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ആരും മിണ്ടാതില്ല. എല്ലാവരും കൈകളടിച്ച് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പാടി കർത്താവിനെ സ്തുതിച്ചു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തില്. പ്രതികൂല സമയത്ത് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി ഇവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹനുമാൻഘട്ടില് രാജസ്ഥാനിൽ പോയപ്പോ തന്നെ ഇവിടുന്ന് ബസ്സിന് പോകാനായിട്ട് ഞാനും എന്റെ മോളും പോയായിരുന്നു. ബസ്സിന് പോയിട്ട് ഫസ്റ്റ് ഡേയിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് ബസ് ക്യാൻസൽ ആയിപ്പോയി, തടസ്സമാ. പിന്നെ ഞങ്ങൾ വിട്ടില്ല, ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്ത് പിറ്റേ ദിവസം കയറി ഹനുമാൻഘട്ടി ചെന്ന് 3 ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ സമയത്ത് തന്നെ ബസ് ക്യാൻസൽ. ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു ഇങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രതികൂലങ്ങളുണ്ടെങ്കിലും ഇടറി പോവാതെ വീണ് പോവാതെ നിരാശപ്പെട്ടു പോവാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഈ ഫിറോജ്പൂരില് പഞ്ചാബിന് പോകാനായിട്ട് ഞാൻ പോയപ്പോ എന്റെ മൊബൈല് പോക്കറ്റ് ഇട്ടേക്കുമായിരുന്നു. പോക്കറ്റ് ഇട്ട് ഞാൻ ഡോറില് ഈ ട്രെയിനിന്റെ ഡോറിന് അവിടെ നിൽക്കുമായിരുന്നു. ഒരു കള്ളം വന്ന് എന്റെ മൊബൈല് കൊണ്ടുപോയി. അപ്പൊ മൊബൈൽ കൊണ്ടുപോയപ്പോ മൊബൈലിനകത്തായിരുന്നു ടിക്കറ്റും പിന്നെ പാട്ടുകളും അതിന്റെ മ്യൂസിക്കുകളെല്ലാം മൊബൈലിനകത്തായിരുന്നു. കള്ളനെ കൊണ്ടുപോയപ്പോ കള്ളനോർത്ത് ഈ പുള്ളി ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ കർത്താവിന്റെ പാട്ടുകൾ കിടപ്പുണ്ട്. എനിക്കറിയാം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയത് ചെയ്യും. എങ്കിലും ഞാൻ അവിടെ പോയി ശുശ്രൂഷ ചെയ്തപ്പോ എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിന്റെ വലിയ വിടുതലുണ്ടായി. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി അവിടെ കാണാൻ ഇടയായിട്ടുണ്ട്. അനേക രോഗികൾ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ പാട്ട് പാടുമ്പോൾ തന്നെ ഞാൻ വിടുതൽ കണ്ടിട്ടുണ്ട്. പാട്ട് പൂർത്തി പാടുമ്പോൾ തന്നെ അവർക്ക് വിടുതലുണ്ടായെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോ അവിടെ ചെന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് മൊബൈലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. മൊബൈൽ കിട്ടണം വേണം, കർത്താവ് ഇരിക്കുന്നതാണ് കിട്ടും, അത്ര വിചാരിച്ചു. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞ് ഞാൻ ദാരിവാൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് മീറ്റിങ്ങിന് പോയി, കൺവെൻഷന് പോയി.
കൺവെൻഷൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സമയത്ത് ഞാൻ അവിടുന്ന് ഒരു ദൈവദാസന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരടുത്ത് പറഞ്ഞു, അവരെന്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്റർ മൊബൈലില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ചെറിയ മൊബൈൽ. അയ്യോ പാസ്റ്റർ ചെറിയ മൊബൈലാണോ? ഞാൻ ഈ മൊബൈലിന്റെ കാര്യം ഞാൻ പറഞ്ഞു, നല്ലൊരു മൊബൈൽ ഉണ്ടായിരുന്നു, എന്നെ കളഞ്ഞു പോയെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കളഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് വിഷയമൊന്നുമില്ല, ദൈവം എനിക്ക് തരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ബസ്സിൽ കയറാൻ നേരത്ത് ബസ്സിൽ ഞങ്ങൾ കയറി സീറ്റായി ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദൈവദാസൻ എൻ്റെ ഒരു കവർ കൊണ്ടു തന്നു. ഒരു പോളിത്തീൻ എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് പാസ്റ്റർ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനെ നോക്കിയപ്പോൾ കവർ തുറന്ന് നോക്കിയപ്പോൾ മൊബൈലും അതിൻ്റെ ഹെഡ്ഫോണ് ചാർജർ എല്ലാം കൂടെ കൂട്ടി ഒരു പുതിയ മൊബൈൽ. അങ്ങനെ പരാതി ഞാൻ പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ അടുത്ത്, കർത്താവെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല. ഉള്ളത് കൊണ്ട് ഞാൻ സംതൃപ്തനാണ്. ദൈവം അത് ഉപയോഗിക്കും. ശബ്ദം തിരിച്ചു കിട്ടിയത് തന്നെ വലിയൊരു അത്ഭുതമല്ലേ. ആ കൈയും കാലം തന്നുപോയി, കർത്താവ് പിന്നെ എന്നെ നടത്തിയില്ലേ, അത് മതി. ആമേൻ, ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഓരോ ദിവസം നടത്തുന്നു അത്ഭുതം. ഞാൻ തന്നെ ഒരു അത്ഭുതം പലപ്പോഴും ചിന്തിക്കാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ എഴുതി നിൽക്കുമ്പോൾ തന്നെ അത് ദൈവപ്രവൃത്തിയാണ്. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അത് ദൈവപ്രവൃത്തിയാണ്. ഞാൻ തന്നെ ഒരു അത്ഭുതമാണ്. പാസ്റ്ററിന്റെ ഒരു പാട്ട് പാടിക്കാട്ട് പാസ്റ്റർ ഏതെങ്കിലും നല്ലൊരു ദേവദാസൻ ഒരു പാട്ടുകാരനാണല്ലോ, അപ്പോൾ ഒരു പാട്ട് പാടിക്കാട്ട് നല്ലൊരു വർഷിപ്പ് സോങ്. നമ്മുടെ അനിൽ അടൂർന്ന് പറഞ്ഞ ദേവദാസൻ എഴുതിയൊരു പാട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമല്ല ദൈവം. ആമേൻ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ബലമോ ഒന്നുമല്ല കർത്താവേ, കർത്താവ് ദാനമാണ് കർത്താവ്. ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസ്തിയായി. തോൽവികൾ വന്ന നേരം
യഹോവ നിസിയായി കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒത്തു പറയാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബലമോ ഞങ്ങളുടെ ദൈവം കർത്താവ് നിന്ന് ബലമാണ്, കർത്താവിന്റെ കൃപയാണ്. ഞങ്ങൾക്ക് പറയുവാനൊന്നുമില്ല. ആമേൻ. പാസ്റ്റർ, ഇത്രത്തോളം സൗണ്ട് പോയി ശരീരം കൈകാലുകളൊക്കെ തളർന്ന് ദൈവത്തിന്റെ ദാസനെ ദൈവം അവിടുന്ന് പാടുവാനും അനേക സ്ഥലങ്ങളിൽ കടന്നു പോകുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം ബലപ്പെടുത്തുന്നല്ലോ. ഇനിയും കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ, കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് കാണുവാനിടയായി തീർന്നിട്ടുണ്ടല്ലോ, അല്ലയോ? ഒരുപാട് രക്ഷയുടെ അനുഭവത്തിലേക്ക് ആ എത്ര പേരോളം പാസ്റ്റിന്റെ ഓർമ്മയിൽ കാണും? ഒരുപാട് പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായിട്ടുണ്ടോ? അതുപോലെ പ്രായമുള്ളവരൊക്കെ കർത്താവിന്റെ സ്വന്തം സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ പാസ്റ്റർ, ഇപ്പോഴത്തെ ഈ പാസ്റ്റിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? ഡൽഹിയിലെ പ്രവർത്തനം അനുഗ്രഹമായിട്ട് പോകുന്നു. എല്ലാ ഹിന്ദിക്കാരാണ്. ഈ തിഹാർ ജയിലിന്റെ അടുത്താണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ ജയിലിലെങ്ങാനും പോകാൻ ദേവദാസിന് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്മസിന്റെ സമയത്തും ഈസ്റ്ററിന്റെ സമയത്തൊക്കെ ഞങ്ങള് അവര് നമുക്ക് പെർമിഷൻ തരും. അതായത് ഞങ്ങൾ പോയിട്ടുണ്ട് മീറ്റിങ്ങിനൊക്കെ. അങ്ങനെ അവിടെ ചെന്ന് പാട്ട് പാടുമ്പോഴും നമ്മുടെ സാക്ഷ്യം പറയുമ്പോഴൊക്കെ അവിടുന്ന് പല ആൾക്കാർ വിടുതല പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ തിഹാർ ജയിലിൽ ചെന്ന് സാക്ഷിയോ അതോ പ്രസംഗിച്ചപ്പോഴോ എന്നുള്ള കാര്യം പറഞ്ഞു. ഒരു ബ്രദർ കർത്താവിന്റെ സ്വന്തം സ്വീകരിച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞ് അവിടുന്ന് പുള്ളിക്ക് റിലീഫ് കിട്ടി, പുള്ളി വിശ്വാസിയായി. ഏതാണ് ഒരു സഭയിൽ ചെന്ന് ഞങ്ങള് പശു പിരീഡ് ചെയ്തിട്ടുണ്ടപ്പോ ഈ ബ്രദർ വന്ന് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങള് തിഹാർ ജയിലിൽ വന്നപ്പോ അന്ന് പാട്ടൊക്കെ പാടിയായിരുന്നു, സാക്ഷ്യം പറഞ്ഞായിരുന്നു, ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഞങ്ങള് കർത്താവിന്റെ സ്വന്തം സ്വീകരിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഈ ചർച്ചിന്റെ വിശ്വാസിയാന്ന് പറഞ്ഞു. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ പല സ്ഥലത്തും അറിഞ്ഞു അറിയാതെ അനേക ദൈവമക്കള് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഋഷികേശിലെ കുറിച്ച് ദേവദാസൻ സംസാരിച്ചായിരുന്നു. അവിടൊക്കെ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? ഈ ഋഷികേശ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമാകുന്ന ഒരു പുണ്യ സ്ഥലം ആണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അവിടെ പോയി ഞാന് ഒരു പ്രാർത്ഥിക്കും, പ്രേയർ ഡ്രൈവ് ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പൊ ഞങ്ങൾ ഈ സ്ഥലത്ത് പോകുമ്പോൾ പ്രാർത്ഥനയിലൂടെയാ പോകുന്നു, പ്രാർത്ഥിച്ചാ പോകുന്നു. അപ്പൊ പ്രാർത്ഥിച്ചു പോകുമ്പോൾ തന്നെ ദൈവം ആ ദേശത്തെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തല്ലുകൊണ്ടെന്ന് പറഞ്ഞില്ലേ, ഹരിയാനയുടെ അടികൊണ്ട് ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ വിളിച്ചോണ്ട് പോയ ആ ബ്രദർ ഇപ്പൊ പാസ്റ്ററാ അവിടുത്തെ. അവിടെ 2 പേര് ദൈവവേല ചെയ്യുന്നുണ്ട്. 2 ദൈവമക്കളാ. അവര് ഞങ്ങളുടെ സ്ഥലങ്ങൾ കാണിക്കാനും
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ കൊണ്ടുപോയ ആൾക്കാരൊക്കെ ദൈവവേലയിലെ ഇപ്പം പ്രൈസ് ലോർഡ്. ഓക്കെ. വേറെ ആ ഒരു അനുഭവമേ ഉള്ളോ ഈ സുവിശേഷ വിരോധികളുടെ കയ്യിൽ ഈ ഒരു പ്രാവശ്യം മാത്രമേ പെട്ടിട്ടുള്ളോ, അതോ അല്ലാതെ വേറെ അനുഭവങ്ങളുണ്ടോ? വേറെ ഉണ്ട്. ഞങ്ങള് രാജസ്ഥാനില് ജയ്പൂരില് ഞങ്ങള് സുവിശേഷം ടീമിന്റെ പ്രവർത്തനം കഴിഞ്ഞ് പോരുന്ന ദിവസത്തിന്റെ തലേദിവസം ഞങ്ങള് പറഞ്ഞ് പോകരുത്, നാളെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തിക്കളയാ. അപ്പൊ അവിടെ SMS ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റലാണ്, ഭയങ്കര ജനം അവിടെ. അപ്പൊ ജനങ്ങളെ കണ്ടപ്പോ ഞങ്ങള് പറഞ്ഞ് നമുക്ക് ഇവിടെ തുടങ്ങിയേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ കയറുന്ന ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. പാട്ടുപാടി ഗിറ്റാർ വായിച്ച് പാട്ട് പാടുന്ന തുടങ്ങിയപ്പോൾ ജനങ്ങളെല്ലാം ഓടിക്കൂടി. അപ്പൊ ഈ ഒരു പാട്ടുണ്ട്, പണ്ട് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്, ഭർപൂർ ജീവൻ തേരെ ലിയേ യീശു ലായ ഹൈ തേരെ ലിയേ. ഇതിപ്പോ ഈ പാട്ട് പാടുമ്പോ ജനങ്ങളെല്ലാം ഓടിക്കൂടും. എന്തോ കാര്യം. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ പാട്ട് പാടി ഒരു 5 മിനിറ്റ് ചെറിയൊരു മെസ്സേജ് കൊടുക്കും. 5 മിനിറ്റ് മെസ്സേജ് കൊടുത്ത ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രേം സന്ദേശ് പുസ്തകങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ പോരുന്ന സമയത്ത് പോലീസുകാർ ഞങ്ങൾ വന്ന് പോലീസുകാർ പിടിച്ചിട്ട് പറഞ്ഞ് ഇവിടെ സൗണ്ട് അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, ഇവിടെ സൗണ്ട് പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് അപ്പോ ഞങ്ങളെ കൂടുതലുള്ള എല്ലാവരും പോലീസുകാർ ഓരോരുത്തരും പിടിച്ചോണ്ട് ഒരു റൂമിനകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞ് സെല്ലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്ത തെറ്റാണ്, നിങ്ങൾക്ക് കേസ് എടുക്കണം, നിങ്ങളുടെ പേര് കേസ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ പേര് പെറ്റി കേസ് എടുത്ത് ഞങ്ങളുടെ വണ്ടിയൊക്കെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം ജയിലിൽ കൊണ്ടുപോയി. 5-6 പേര് ജയിലിൽ കിടന്നത് വൈകുന്നേരം 6 മണി വരെ. രാവിലെ പോകുന്ന മീറ്റിംഗ് നടത്തിയ ജയിലിൽ പോയി കിടന്ന്. അപ്പൊ അതിന്റെ തലേദിവസം ഞാനൊരു ദർശനം കണ്ടായിരുന്നു, ഞങ്ങളുടെ ടീമുകാരെ പോലീസ് പിടിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു വെളിയിൽ പോകുന്നു. ഞാൻ പോയിട്ട് നേരെ ചർച്ചിൽ പോയിട്ട് ദേവദാസന്റെ അടുത്ത് പറഞ്ഞ് ചർച്ചിൽ നിന്ന് ചെറിയൊരു കൂട്ടായ്മ ഒരു വീട്ടിനകത്ത്. അപ്പൊ അങ്ങനെ ആ ചർച്ച് ചെറിയൊരു കൂട്ടായ്മ അന്ന് തന്നെ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവരെല്ലാം വെടിവെച്ച് വെളി വന്ന് ജയിലിൽ കിടന്നവരെല്ലാം വെളി വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഇപ്പൊ ജയ്പൂരിൽ വലിയൊരു ഒരു ചർച്ച ഉണ്ട്. അവിടെ ചർച്ച് ബിൽഡിംഗ് കൊണ്ട് ഒരു ചർച്ച് ഹിന്ദി ചർച്ച് ഉണ്ട്. അവിടെ നല്ലൊരു ഹിന്ദി ചർച്ച്, ജോട്ടുവാള എന്ന് പറയുന്ന സ്ഥലത്താണ് ചർച്ചുള്ളത്. അപ്പൊ പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എന്റെ ഓരോ വിയർപ്പ് തുള്ളി വീഴുന്ന സ്ഥലങ്ങളെല്ലാം കർത്താവേ എനിക്ക് തരണമെന്ന്. അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തില് യൗവന കാലത്തല്ലേ ഈ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു പോകുമ്പോഴത്തേക്ക് അനേകർ ഞങ്ങൾ പറഞ്ഞു, നിനക്ക് വേറെ ജോലിയില്ലേ, ഇത്ര ചെറുപ്പത്തില് നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്, ഈ വേർപ്പും ആഹാരവും കഴിക്കാതെ അത് നടക്കുന്ന ജോലി ചെയ്ത് ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട് പലരും. പക്ഷെ എന്റെ കർത്താവ് ഞങ്ങളെ പീഡിപ്പിച്ച് ഒരു മദ്യപാനിയായിരുന്ന ഒരു വ്യക്തിയെ ദൈവം വിടുവിച്ച് അപ്പൊ കർത്താവിനോട് നിൽക്കുമെന്നുള്ള കർത്താവിന്റെ ആ എടുത്ത തീരുമാനം ഒരിക്കലും പാഴാകാതെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് രാജസ്ഥാനിൽ പോകുന്നതിന് മുമ്പ് രാജസ്ഥാനിൽ അവിടെ മീറ്റിംഗ് നടത്താൻ ഭയങ്കര പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളായിരുന്നു. അവിടുത്തെ ദേവദാസൻ പറയുമായിരുന്നു, പാസ്റ്ററെ ഇവിടുത്തെ മീറ്റിംഗ് നടത്താതിരിക്കാൻ പല പ്രഷറുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വിരോധികള് ക്രിസ്ത്യൻ വിരോധികൾ വന്ന് പറയുന്നത് മീറ്റിംഗ് നടത്തി ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അവിടുത്തെ മെയിൻ വക്കീല് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് നല്ല കാര്യത്തിന് വേണ്ടി ഇത് ചെയ്യുന്നത്, എല്ലാവരും നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തോട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മീറ്റിംഗ് നടത്താൻ കഴിയുന്നത്. ആ പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മരിക്കാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കർത്താവ് ജീവിക്കാനല്ല വന്ന്, നമുക്ക് വേണ്ടി മരിക്കാനാണ്. ഞങ്ങളെല്ലാം മരിക്കാനല്ല. ഒരാൾ മരിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പുള്ളിയെ നമുക്കൊന്നും നിർത്താൻ പറ്റത്തില്ല.
ആ തീരുമാനത്തിലൂടെ മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞ പോലെ മുമ്പോട്ട് പോകാനായിട്ട് തീരുമാനം എടുത്ത വ്യക്തികളാണ് ഞങ്ങൾ. ഒരിക്കലും പുറകോട്ട് പോകത്തില്ല, മുമ്പോട്ട് തന്നെ പോകും. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നോർത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യു പിയിൽ ഞങ്ങള് 2 വർഷം മുമ്പ് അജംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ചെന്നപ്പോഴേ അവര് പറഞ്ഞ് കുറച്ച് സ്നാനം വേണം, സ്നാനപ്പെടുത്തണമെന്ന് പറയും. അപ്പൊ ഇപ്പൊ പ്രതികൂല സമയത്ത് പോലും ഞങ്ങളുടെ ദേവദാസന് ഞങ്ങളെല്ലാം പോയി ഒരു മീറ്റിംഗ് നടത്തി 32 പേര് സ്നാനപ്പെട്ടെന്ന്. പ്രധാന മുമ്പാണ് 32 പേര് സ്നാനപ്പെട്ട്. അവര് സ്നാനപ്പെട്ടവരെല്ലാം 62 കിലോമീറ്റർ ദൂരെ നിന്ന് ആ ഗ്രാമത്തിൽ നിന്ന് വരുന്നവര്. അപ്പൊ രാവിലെ 8 മണിക്ക് സ്നാനം നടക്കണമെങ്കിൽ അവർ എത്ര മണിക്ക് അവിടെ രാവിലെ എഴുന്നേറ്റ് കാണും? 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് രാവിലെ തയ്യാറായി വന്നത്. അത് ഇപ്പോഴും വളരെയധികം വിശപ്പോടും വളരെയധികം ദാഹത്തോടും പലരും ഇപ്പോഴും ദൈവവചനം കേൾക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ പറയും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മുഖത്ത് കാണും. ഇത് പറയുമ്പോൾ തന്നെ അവരെ വിശ്വസിക്കും. ആ ദൈവത്തിന്റെ മുഖത്ത് കാണുക. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പ്രതികൂല സമയത്ത് പോലും അവിടെ എല്ലാം ദൈവം നമ്മളെ കൊണ്ടുവരും. പലപ്പോഴും വണ്ടി കിട്ടാതെയും പലപ്പോഴും ട്രെയിൻ കിട്ടാതെയും പലപ്പോഴും നടന്നും പല സ്ഥലത്തും പോയിട്ടുണ്ട്. പരാതി പറഞ്ഞിട്ടില്ല. കർത്താവ് തന്ന കൃപത്തോണ്ട് ജീവിക്കാനാണ് കർത്താവ്. ഓക്കെ പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ ദേവദാസനെ കുടുംബമായി ഇനി പിന്നെയും ഉപയോഗിക്കട്ടെ. അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ മരിക്കാൻ ഇറങ്ങിയവരാണല്ലോ. അപ്പം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അപ്പോൾ നമ്മളെ ആർക്കും നിർത്തുവാൻ കഴിയത്തില്ല. മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് മരണമെന്നുള്ളത്. അപ്പം അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പിന്നെയും വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗം സഹായിക്കട്ടെ. ഓക്കെ പാസ്റ്ററെ, എത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇതുവരെ ചെയ്തെല്ലാം നന്മകൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ വിടുവിച്ചതിനെല്ലാം കർത്താവിന്റെ ഉദ്ദേശമുണ്ടല്ലോ. ഞങ്ങളെ വേദനിപ്പിക്കാതെ ഇതുവരെ ഞങ്ങൾ നടത്തിയല്ലോ കർത്താവേ, സ്തോത്രം. കർത്താവ് വേദന ഉണ്ടായിരുന്നിട്ട് പോലും ദൈവം കരം ഞങ്ങളുടെ മേൽ പ്രവർത്തിച്ചതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് എല്ലാ നന്മയ്ക്കായിട്ടാണല്ലോ കൂലി വ്യാപരിക്കുന്നത്. സ്തോത്രം കർത്താവേ, എല്ലാ കാര്യങ്ങൾക്കുമായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ മുഖേന അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ, ഞങ്ങളുടെ സാക്ഷി മറ്റുള്ളവർക്ക് ഒരു ഉത്സാഹത്തിന് കാരണമായി തീരുവാൻ, ഒരു വിടുതൽ കാരണമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ മുഖേന അനേകർക്ക് വിടുതലും ആശ്വാസത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം കർത്താവേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയും കർത്താവിന്റെ നാമത്തിനായി തീരുവാൻ ഇടയാക്കട്ടെ. മാനവ മഹത്വവും അപ്പച്ചന് തരുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ.